തലശ്ശേരി സെൻട്രൽ കൗൺസിൽ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ 47ാമത് വാർഷിക പൊതുയോഗം ഉളിക്കൽ ഇൻഫന്റ് ജീസസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ പിതാക്കന്മാരുടെയും വികാരി ജനറൽമാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും പേരിലുള്ള അഭിനന്ദനം ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളിലൂടെ ഈ തലശ്ശേരി അതിരൂപത ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് തലശ്ശേരി അതിരൂപത ഏറെ അഭിമാനിക്കുന്നുണ്ട് എന്ന് ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടെ ഞാൻ അനുസ്മരിക്കുകയും നിങ്ങളുടെ പ്രവർത്തന രീതികൾ ദൈവം ധാരാളം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ ഈ സ്റ്റേജിലും ഈ വേദിയിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ ഇടവകയിലും ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഒരു ഇടവകയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കോൺഫറൻസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ ഓർക്കുമ്പോഴാണ് നിങ്ങളുടെ മഹത്വവും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ വലുപ്പവും മനസ്സിലാക്കാൻ സ്വാഭാവികമായി സാധിക്കുക. ഒരു ഇടവകയെ സംബന്ധിച്ച് ബൗദ്ധികമായും അതുപോലെ തന്നെ ആത്മീയമായും സാമ്പത്തികമായും ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓരോരുത്തർ. കാരണം ഒരു ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ആത്മീയമായിട്ട് ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ് ഇടവകയിൽ. ഒപ്പം ബൗദ്ധികമായ മേഖലയിൽ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ മുഖ്യ സന്ദേശം നൽകി. Charity is the cement which binds communities to God and persons to one another. ഉപവിപ്രവർത്തനം, ഉപവിപ്രവർത്തനം മലയാളത്തിലാണ്. ഉപവിപ്രവർത്തനങ്ങളാണ് സത്യത്തില് സമുദായങ്ങളെ, സമൂഹങ്ങളെ, ദൈവത്തോടും വ്യക്തികളെ പരസ്പരവും ബന്ധിപ്പിക്കുന്ന സിമന്റ് എന്നാണ് വിൻസെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബ്രദർ സണ്ണി നെടിയക്കാലായിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. 5-ാം അധ്യായം 13 മുതൽ 12 വരെ വാക്യങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ചു കേട്ടു. അവിടെ പറയുന്ന ദൈവവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ക്രിസ്ത്യാനിയുടെ മാഗ്ന കാർട്ട എന്നാണ് ഈ ദൈവവചനം അറിയപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഈ 8 സൗഭാഗ്യങ്ങൾ ആർക്കെങ്കിലും കരഗതമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തുടർന്ന് വരുന്ന 25-ാമത്തെ അധ്യായത്തിൽ 35-36 വാക്യങ്ങളിൽ പറയുന്നു. 6 ചോദ്യങ്ങളാണ് അവിടെ നൽകുന്നത്. അതിന് കൃത്യമായി ഉത്തരം എഴുതിയാൽ ഈ 8 സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കും. ഈ 6 ചോദ്യങ്ങളും നമുക്കെല്ലാം സുപരിചിതമാണ്. അവ ഞാൻ വിശക്കുന്നവനായി നിങ്ങളുടെ അടുക്കൽ വന്നു, ദാഹിക്കുന്നവനായി, പരദേശിയായി, നഗ്നനായി, രോഗിയായി, കാരാഗ്രഹത്തിലായി നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ 6 ചോദ്യങ്ങൾക്കും 100% മാർക്ക് വാങ്ങുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഭൂരിഭാഗം പേരും എന്ന കാര്യത്തിൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. CC ജനറൽ സെക്രട്ടറി ബ്രദർ ജോൺസൺ മാത്യു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്രദർ ജോയി ഓരത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്രദർ ജോസഫ് KT വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സിസ്റ്റർ ചേച്ചമ്മ MJ, ബ്രദർ തോമസ് പുത്തൻപുര, സിസ്റ്റർ ജോളി സെബാസ്റ്റ്യൻ കാരക്കുന്നേൽ, ബ്രദർ ബാബു ജോസഫ് കൊട്ടാരത്തിൽ, റവറൻഡ് ഫാദർ ജോസഫ് കാവനാടിയിൽ, ജോർജ് തയ്യിൽ, റവറൻഡ് ഫാദർ മനോജ് കിടാരത്തിൽ, ബ്രദർ ജോസഫ്, ബ്രദർ ആൻവിൻ മാത്യു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബ്രദർ മാനുവൽ PT നന്ദി പറഞ്ഞു. ഞങ്ങളുടെ പണ്ടത്തെ വീട്ടിൽ കണ്ടപ്പരയായിരുന്നു. സാധാരണ ഇഷ്ടിക പിടിച്ചത് ഒരു വീട് 80കളുടെ കാര്യമാണ് പറഞ്ഞത്. ആകപ്പാടം 3 മുറികളുടെ ഒരു വരാന്ത ചെറിയ അടുക്കളയാണ് കണ്ടത്. അത് കഴിഞ്ഞ് പറയാൻ കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ ജോലി കിട്ടി ഞങ്ങളൊരു വാർത്ത വീടുണ്ടാക്കാൻ പരിശ്രമിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തു. അപ്പോൾ അന്ന് വാർത്തയുടെ ദിവസം ഞങ്ങൾ ഇതിന് മുകളിൽ കയറി എല്ലാവരും പറഞ്ഞു നമ്മുടെ
കുത്തണത് ഈ സിമെന്റ് മിക്സിലും സിമെന്റ് എല്ലാം കൂടെ യോജിപ്പിച്ച് മുകളിൽ കയറി കമ്പിയോട് കുത്തി നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അറിയത്തില്ല, ഞാൻ കയറി ചെയ്ത് എൻ്റെ കൈയൊക്കെ പൊട്ടി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആ സിമെന്റ് നന്നായി കുത്തി ഉറപ്പിച്ചപ്പോഴാണ് അത് നല്ല ഉറപ്പുള്ള വാർത്തപ്പരയല്ല, അതൊരിക്കലും ചോർന്നായിട്ടില്ല, ഓർമ്മയില്ല. ഇന്നത്തെ സാധാരണ വാർത്തകൾ വെച്ച് എല്ലാവരും അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റും കൂടെ ഇടാറ്, പക്ഷേ നന്നായി കുത്തി ഉറപ്പിച്ച സിമെന്റ് ജോലിയല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗത്തിലുള്ള വീടിൻ്റെ പണി. എന്തുമാത്രം സിമെന്റ് നന്നായി യോജിപ്പിച്ച് നമ്മൾ കുത്തി ഉറപ്പിക്കുന്ന അതനുസരിച്ച് സ്വർഗത്തിൽ നമുക്ക് ബലിഷ്ഠമായ ഭവനങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മൾ എപ്പോഴും ആവർത്തിച്ച് വായിക്കുന്നത്, ധ്യാനിക്കുന്നത്. ഒരു വിൻസെന്റ് പോൾ പ്രവർത്തകൻ, ഒരു വിൻസെന്റ് പോൾ പ്രവർത്തക ഒരിക്കലും മറക്കാത്ത ഒരു അധ്യായമാണ്. അതിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തിന്റെ നിയമങ്ങളാകേണ്ട വചനങ്ങളാണ്. ആക്കിയത് നിങ്ങളല്ലേ? ഈ തട്ടമ്പുറത്തുകാരി ഒന്ന് നോക്കൂ. മനുഷ്യ, പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. നിങ്ങൾക്ക് സ്വന്തം മകന്റെ കഴിവുകൾ കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്തുണ്ടായി? ഊതി കാച്ചി പൊന്നെ രണ്ടുപേരും ടിവിയും കണ്ടോണ്ടിരുന്നു. ഇവളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? എന്റെ മോളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, അല്ലേ മോളെ? അതെന്താ മനുഷ്യ, മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഉണ്ടോ? എന്ത് മെഷീനോ? മെഷീനല്ല, പിന്നെ സാക് അക്കാഡമി. സാക്കോ? എന്റെ പൊന്നമ്മേ, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും. ആണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം. സാക് ഇനി വേറെ ലെവൽ. ഇനി നമുക്ക് മാറി ചിന്തിക്കാം. സാക്, ഇരട്ടി, കൂത്തുപറമ്പ്, ഗുണിക്കുപ്പ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.